അടുത്ത വീട്ടിൽ വിളിച്ച് പറയും എൻ്റെ അമ്മ, സുഭദ്രേ കുറച്ച് പഞ്ചസാര താടി. എന്നിട്ട് പഞ്ചസാര വാങ്ങും. എൻ്റെ അമ്മ പറയും, നോക്ക് മോനെ, അവൾ പഞ്ചസാര തന്നേക്ക് നോക്കിക്കെന്ന് പറയും. ഗ്ലാസ്സിനകത്ത് ഇങ്ങനെ കൂമ്പാരം കൂട്ടി അവൾ എപ്പോഴും എനിക്ക് തരാറ് എന്ന് പറയും. അമ്മ കൊടുക്കുമ്പോഴും അങ്ങനെയാ, ആ ഗ്ലാസ്സിനകത്ത് പഞ്ചസാര നിറച്ച് കുത്തി പിരമിഡ് പോലെ ആക്കിയിട്ട് എൻ്റെ അമ്മ തിരിച്ചു കൊടുക്കുക. അങ്ങനെ ഉണ്ടായിരുന്നല്ലോ ഒരു കാലം കൊടുക്കൽ വാങ്ങല്. പഞ്ചസാര വാങ്ങും, ഇല്ല തേയിലപ്പൊടി വാങ്ങും, മുളക് പൊടി വാങ്ങും, മല്ലി വാങ്ങും, മുളക് താ, സാമ്പാർ കൊടുക്കും, അങ്ങോട്ട് ഇങ്ങോട്ട് കറി വാങ്ങും. അങ്ങനെ ഒരു കാലമില്ലായിരുന്നോ? നല്ല നിന്നുപോയി. ഇന്നതെല്ലാം നിന്നു പോയത് കൊണ്ട് അയൽപക്ക ബന്ധങ്ങൾ നിന്നപ്പോ മതിലുകൾ നമ്മൾ പണിതു. CCTV വെച്ച് നമ്മുടെ സെക്യൂരിറ്റി സംവിധാനം നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്തു. അന്നൊക്കെ നമ്മൾ പോകുമ്പോൾ വീട് നോക്കണം, കോഴിക്ക് തീറ്റ കൊടുക്കണം, വീടിനകത്ത് ശ്രദ്ധിക്കണമെന്ന് വിളിച്ചു പറയുമ്പോ അയൽവീട്ടിൽ നിന്നും എനിക്കുണ്ട്, ഇന്നും ഓർമ്മയുണ്ട്. സുഭദ്രച്ച് വിളിച്ചു പറഞ്ഞു, നീ പോടി അവിടുന്ന്, ഞാനൊക്കെ കൊടുത്തോളാം, നീ പറഞ്ഞാണ് ഞാൻ കൊടുക്കണേ, നീ പോ. പക്ഷെ ഇന്ന് നമ്മുടെ അയൽപക്കത്ത് നമുക്ക് ഇന്ന് അങ്ങനത്തെ ഒരു ബന്ധമുണ്ടോ? നമ്മൾ പറയാം, അവള് നോക്കുന്നുണ്ട്, അങ്ങോട്ട് ഇറങ്ങണ്ട, അവളെ കണ്ണ് കിട്ടിയാൽ മതി, ഒരു കുരുത്തം കിട്ടുകയില്ല അല്ലേ? ആ കുരുത്തം കണ്ട സാധനം നോക്കുന്നുണ്ട്, ഇറങ്ങല്ലേ, അവിടെ നിൽക്ക് പ്ലീസ്, അവള് മാറിയിട്ട് പോകാം. ഇന്ന് അയൽപക്കത്തെ നമ്മൾ അറിയുന്നുണ്ടോ? ഇന്ന് കണ്ണടച്ച് നോക്കിക്ക് ആരാ ശത്രു എന്ന്? ഇറ്റലിയിലും ബ്രിട്ടനിലും അമേരിക്കയിലും കാനഡയിലും കിടക്കുന്ന ആരെങ്കിലും ആണോ ശത്രു? അല്ലല്ലോ, നമ്മുടെ അയൽവാസിയാ ശത്രു. കണ്ണടച്ച് നോക്കിക്ക്. അതാ ഈ കേരളത്തിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം.